സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് തുടക്കം. കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംവിധായകനും നടനുമായ ബേസിൽ ജോസഫ്, തമിഴ് നടൻ രവി മോഹൻ എന്നിവരാണ് മുഖ്യാതിഥികളായി എത്തിയത്. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സലിം, അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് തുടക്കമായിരിക്കുകയാണ്. എന്തൊക്കെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്? ഇതുമായി ബന്ധപ്പെട്ട് ഈ ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രവിധ ഇനിയുള്ള ഒരാഴ്ചക്കാലം തലസ്ഥാന നഗരം ഒരു ഉത്സവ ലഹരിയിലാവുകയാണ്. ഓണം വാരാഘോഷത്തിന്, സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കപ്പെട്ട് കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുൻപാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ശേഷം വേദി വിട്ടത്. ഇപ്പോൾ നമുക്ക് ആ വേദിയിൽ കാണാം ജയം രവി എന്ന രവി മോഹൻ, നമ്മുടെ മലയാളികൾ കൂടി പ്രിയപ്പെട്ട നടനാണ്. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓണം വാരാഘോഷത്തിന്. ഒപ്പം തന്നെ മലയാളികളുടെ പ്രിയ നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ് ഉണ്ട് ആ വേദിയിൽ. നിരവധി മന്ത്രിമാരും ജനപ്രതിനിധികളുമൊക്കെ ഉണ്ട്. അതിനുമപ്പുറത്തേക്ക് ആ വേദി തിങ്ങി നിറഞ്ഞ സദസ്സാണ് എന്നുള്ളത് കൂടി നമ്മൾ കാണണം. അതുകൊണ്ട് തന്നെ അത്രയധികം ആളുകൾ ആകാംക്ഷയോടുകൂടി തന്നെ ഇത്തവണത്തെ ഓണം കളർഫുൾ ആക്കാൻ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനുമപ്പുറത്തേക്ക് തിരുവനന്തപുരം നഗരത്തിന്റെ പ്രത്യേകത ഇത്തരം ആഘോഷങ്ങളിൽ ദീപാലങ്കൃതമായി അതിഗംഭീരമാകാറുണ്ട്. ഇത്തവണയും അതിന് ആ പതിവ് തെറ്റിച്ചിട്ടില്ല. അല്പസമയം മുൻപാണ് ആ ലൈറ്റുകൾ ഓൺ ചെയ്തത്. ഇനി മുതൽ തിരുവനന്തപുരത്തെ രാത്രികൾ കൂടുതൽ മനോഹരമാകുമെന്നുള്ളതാണ്. അത് ഒരു കാണേണ്ട കാഴ്ചയാണ്. നമ്മുടെ ക്യാമറാമാൻമാർ അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രേക്ഷകർക്കും, തിരുവനന്തപുരത്തേക്ക് എത്താൻ കഴിയാത്ത പ്രേക്ഷകർക്കും ആ മനോഹരമായ ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിലുള്ള ക്രമീകരണം നമ്മൾ എന്തായാലും ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ വലിയ ആഘോഷം എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ തലങ്ങളും തൊടുന്ന നിലയിലുള്ള വലിയ ആഘോഷമാണ് നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ സംഘടിപ്പിക്കുക. 33 വേദികളാണ് ഈ പരിപാടികൾക്കായി ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. 4000-ലധികം വരുന്ന പാരമ്പര്യ കലാകാരന്മാരുൾപ്പെടെ അടുത്ത 7 ദിവസം തിരുവനന്തപുരം നഗരത്തിലെ വിവിധ വേദികളിലായി ഈ ഉത്സവ ലഹരിയെ കൊഴുപ്പിക്കാനെത്തും എന്നുള്ളതാണ്. 9-ാം തീയതി വലിയ ഘോഷയാത്രയോടുകൂടിയാണ്, ഈ ഓണഘോഷയാത്രയോടുകൂടിയാണ് ഈ ചടങ്ങ് അവസാനിക്കുക. അത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അതിന്റെ ഫ്ളാഗ് ഓഫ് ചെയ്യും എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം സർക്കാരും ഗവർണറും തമ്മിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ടെങ്കിലും ഓണാഘോഷത്തിന് മാറ്റു കുറയ്ക്കാൻ അതൊന്നും ഒരു കാര്യമാകുന്നില്ല. സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഗവർണറും എത്തുകയും ചെയ്യും. എന്തായാലും ഇന്നു മുതൽ തന്നെ തിരുവനന്തപുരത്തിന്റെ രാത്രികൾ അതിഗംഭീരമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമല്ല. ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു വഴിയിൽ ഈ ദൃശ്യമികവില്ലാത്ത ഏതെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത്രയധികം ആളുകളും പല വഴികളിലായി ഈ കാഴ്ചകൾ കാണാൻ എത്തിയിട്ടുണ്ട്. ഇത് ഓരോ ദിവസവും കണ്ടും കേട്ടുമറിഞ്ഞ് വിവിധ ആളുകൾ നാളെ ഉത്രാട ദിവസം മുതൽ ഇവിടേക്ക് കൂടുതലായി ഒഴുകിയെത്തുകയും ചെയ്യും. ആളുകൾക്ക് ഈ ഷോപ്പിംഗ് നടത്തുന്നവർക്ക് അങ്ങനെയാവാം, അതല്ലാതെ കലാപരിപാടികൾ ആഘോഷിക്കേണ്ടവർക്ക് വ്യക്തമാണ്. അങ്ങനെ വിപുലമായ ആഘോഷമാണ്